എല്ലാവർക്കും മതിയായില്ലേ? ഇനിയെങ്കിലും നിർത്തിക്കൂടെ? ഇങ്ങനൊരു പോസ്റ്റ് കണ്ട് എല്ലാവരും ഇന്നലെ രാത്രി ഞെട്ടി. ഇന്നലെ പാതിരാത്രിയോടെ അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷ് പങ്കുവച്ച ഒരു പോസ്റ്റായിരുന്നു. കാർഡിയക് വിഭാഗത്തിലേക്ക് കിടത്തിക്കൊണ്ടു പോകുന്ന അമൃത, തൊട്ടു പിന്നാലെ പാപ്പുവിനെയും കൂട്ടി നിൽക്കുന്ന അഭിരാമി. എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാതെ നിൽക്കുകയായിരുന്നു ഇരുവരും. അപ്പോൾ പങ്കുവച്ച പോസ്റ്റാണ്: എൻ്റെ ചേച്ചിയെ നിങ്ങൾ ഇത്രയും അധികം ഉപദ്രവിച്ചു, എന്നിട്ടും പോരെ, ഇനി എന്തിനാണ് ഉപദ്രവിക്കുന്നത്? ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് അഭിരാമി പോസ്റ്റ് പങ്കുവച്ചതെങ്കിലും ഇന്ന് രാവിലെയോടെ തന്നെ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് പോവുകയായിരുന്നു. കൂടുതൽ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ട എന്നും ആരെയും അധികമൊന്നും അറിയിക്കേണ്ട എന്ന് കരുതിയിട്ടായിരിക്കണം ഒരുപക്ഷെ അഭിരാമി അത് ഡിലീറ്റ് ചെയ്തത്. എന്തു തന്നെയായാലും അഭിരാമി എന്തുകൊണ്ടിത് പങ്കുവച്ചു എന്ന് ചോദിക്കുകയാണ് പ്രേക്ഷകർ. ഇപ്പോൾ അമൃതയെ കാർഡിയാക്കിൻ്റെ വിഭാഗത്തിലേക്ക് കൊണ്ടുപോയ കാര്യം എന്തായി എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. അമൃത എന്തിനാണ് കാർഡിയാക് വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് പ്രേക്ഷകർ എടുത്തു ചോദിക്കുന്നു. അറ്റാക്കോ ഹൃദയ സംബന്ധമായ എന്തെങ്കിലും അസുഖമോ ഉണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ കെയർ യൂണിറ്റിലേക്ക് കൊണ്ടുപോകൂ. അമൃതയ്ക്ക് എന്താണ് അസുഖമെന്ന് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് പ്രേക്ഷകർ. മതി, എൻ്റെ സഹോദരിയെ ഇനിയെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കുന്നത് നിർത്തൂ. ഞാൻ നിങ്ങളെ വെറുക്കുന്നു, ഞാൻ നിന്നെ ഒരുപാട് വെറുക്കുന്നു. അവിടെ ജീവിക്കാൻ അനുവദിക്കൂ. നിങ്ങളിപ്പോൾ സന്തോഷവാനാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുകൂടി കാണൂ, സന്തോഷിക്കൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തൻ്റെ വിഷമമെല്ലാം വരികളിൽ തീർത്തിരിക്കുകയാണ് അഭിരാമി സുരേഷ്. അമൃത ഏറ്റവും ഒടുവിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നതും തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച വിഷമങ്ങളെക്കുറിച്ച് തന്നെയാണ്. ബാല അമൃത വിവാഹ ബന്ധത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അമൃത നേരത്തെ പങ്കുവച്ച വീഡിയോയിൽ തുറന്നു പറഞ്ഞിരുന്നു. മകളെ ഇനിയും ഉപദ്രവിക്കരുതെന്നും അതേ വീഡിയോയിൽ കരഞ്ഞ് അപേക്ഷിക്കുകയാണ് ചെയ്തിരുന്നതെന്നും പറയുന്നു. ഇതിനു ശേഷമാണ് ബാല താൻ ഇനി ഒന്നിനുമില്ല എന്നും കളി നിർത്തുകയാണെന്നും പറഞ്ഞ് രംഗത്തെത്തിയത്. സത്യങ്ങൾക്ക് മേലെ സത്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ അത് ദൃക്സാക്ഷികളും തെളിവുകളും നേരിട്ട് കണ്ടവരുമൊക്കെ വലുപ്പം ചെറുപ്പമില്ലാതെ സത്യത്തിനു വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും സംസാരിക്കാൻ ആദ്യമായി തുടങ്ങിയപ്പോൾ സ്വന്തം മുഖംമൂടിയെ സംരക്ഷിക്കാൻ പുതിയ കള്ളത്തരങ്ങൾ വ്യതിചലിച്ച് വിടാനുള്ള ശ്രമം ദയവ് ചെയ്ത് അവസാനിപ്പിക്കുക. ഞങ്ങൾ ആദ്യമായാണ് തനിക്കെതിരെ ഒരു വാർത്ത പറയുന്നത്. ഇതുവരെ ഞാൻ ഒന്നും പങ്കുവച്ചിട്ടില്ല. മുഖംമൂടിയൊക്കെ മാറി പുറത്തു വരുന്നതിൻ്റെ വിഷമമാണ് ബാലയ്ക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറയുന്നു. ഓരോരുത്തരും സത്യം വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? നിങ്ങൾക്ക് വളരെയധികം സങ്കടമുണ്ടായിരിക്കും. ഒരുപാട് പത്രങ്ങൾ ഞങ്ങളെ വീണ്ടും വേട്ടയാടുന്നുണ്ട്. സത്യങ്ങളെ മറപ്പിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും വിജയിക്കുകയാണ്. ഓരോ പാവം ബ്ലോഗർമാരും സത്യങ്ങൾ അറിയാതെ മാനിപ്പുലേറ്റഡ് ആകുന്നു. എനിക്കാരെയും വേട്ടയാടാൻ ആഗ്രഹമില്ല. ഞാനത് മുൻപും പിൻപും ചെയ്തിട്ടുമില്ല. ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞതുപോലെ ഇതിനെ ശക്തമായ നിയമ നടപടികളിലൂടെ നേരിടാൻ അതാണ് എൻ്റെ തീരുമാനം. അതിനിടയിൽ കൂടുതൽ കണ്ണിൽ പൊടിയിടലും എൻ്റെ PR വർക്കുമെന്ന് പറഞ്ഞുള്ള പ്രസ്താവനകളും ദയവ് ചെയ്ത് പറഞ്ഞ് പരത്താതിരിക്കുക. ഞാൻ വ്യക്തമായി പറയുന്നു, ഞാനൊരു PR വർക്കും ചെയ്തിട്ടില്ല, ഞാനിനി ചെയ്യുകയുമില്ല. അതിനുവേണ്ടി തന്നെ ചിലവാക്കാനുള്ള കോടികളും ലക്ഷങ്ങളും എൻ്റെ കയ്യിലില്ല. ഞാനിപ്പോൾ മിണ്ടാതെയായി. എന്താ കളി അവസാനിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പലരും. ഇത്രയും കാലം താൻ ഏകപക്ഷമായ ഒരു ഗുസ്തിയിൽ ഏർപ്പെട്ടിരുന്നു. ഇന്ന് സ്വമേധയാ അംഗീകരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഞാൻ പ്രതീക്ഷിച്ചത് ഒരിക്കൽ മാത്രം. അതിനെയും PR എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്ക് വളരെയധികം വിഷമമുണ്ട്. തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട. വിലക്ക് വാങ്ങാമെന്നും എന്നവരെയും പറ്റില്ല. നിങ്ങളുടെ മനസ്സിൽ സത്യമെന്ന് ബോധ്യപ്പെട്ട കാര്യത്തെ അടിസ്ഥാനരഹിതമായ രീതികളിൽ തിരിഞ്ഞു ചിന്തിക്കാൻ ഒരിടം കൊടുക്കാതിരിക്കുക. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.